ഇവിടെ മോചനിടിച്ചു തിരിച്ചടിച്ച്. അവിടെ അടിച്ചോ? തിരിച്ചടിക്കാൻ പറ്റില്ല, ചെയ്യുന്നില്ല. അത് രണ്ടാം കൊടുത്തത്. ഹോട്ടൽ മുതലാളിന്റെ സ്വന്തം ചങ്കായിട്ടുള്ള ഒരു ഹോട്ടലിന്റെ ഐശ്വര്യമായിട്ടുള്ള സെക്യൂരിറ്റി ചേട്ടനെ കാണാനായിട്ട് നമ്മൾ വന്നിട്ടുള്ള കേട്ടോ. ജസ്റ്റിൻ ചേട്ടൻ ഫോണിലാണോ? ഒരു ഹായ് പറയേ. നമ്മള് ഭക്ഷണം കഴിച്ചാ? കഴിച്ചേ. എന്താ കഴിച്ചേ? ചിക്കൻ കറി കഴിച്ചു, സാധാ ചോറ്. വൈകിട്ട് ബിരിയാണി കഴിക്കുള്ളൂ. ഡെയിലി ബിരിയാണി ഒക്കെ ഉണ്ടോ? ബിരിയാണി അൽഫാം, ബിരിയാണി, ഷവർമ ഒക്കെ ഉണ്ട്. ഞാൻ ഈ ഹോട്ടലിന്റെ സെക്യൂരിറ്റിയാണ്. ഈ ഹോട്ടലിന്റെ ഐശ്വര്യമാണ്. നിങ്ങളെ പേരെന്താ? ജസ്റ്റിൻ. നിങ്ങളെ ഫോട്ടോ ആണോ കാണുന്നത്? ഈ മുതലാളിക്ക് ഐശ്വര്യം കിട്ടാൻ എന്നെ മോളിൽ കഴിച്ചിട്ടതാ. ഈ ഹോട്ടലിന്റെ ഐശ്വര്യം ഞാനാ. അതായത് അകലെന്ന് വന്നവർക്ക് എന്നെ കാണാൻ വേണ്ടി. സാധാരണ സെക്യൂരിറ്റിന്റെ ഇതല്ലല്ലോ, കൈയൊക്കെ കയറ്റി വെച്ചിട്ട്. അതൊരു വെറൈറ്റി ആയിട്ട് വെച്ചതാ. വില്ലൻ ലുക്കാണല്ലോ. വിജയ് ഫാനാണ്. വിജയ് ഫാനാ? അതാണല്ലേ ഫ്രീക്കൻ ലുക്ക്. ജസ്റ്റിൻ. കല്യാണമൊന്നും കഴിച്ചില്ല. എന്തായാലും ഒരു മാസം ഉണ്ടാവും കല്യാണം ഉണ്ടാവും. അതെ. എവിടുന്നാ പെണ്ണ്? ആ ഭാഗത്തുള്ള പെണ്ണ് തന്നെ. സ്നേഹ പഠിക്കുന്ന കൊറേ സാഹചര്യം ഇവിടെ ഇരിക്കൂലേ? ഇവിടെ ഇരുന്നാണ് ഞാൻ എല്ലാവരും വിളിച്ച് കേട്ടണത്. ശരി. എല്ലാവരും വണ്ടി കയറാൻ വേണ്ടി വിളിക്കും. ഇങ്ങനെ വിളിച്ച ആൾക്കാർ വരുമോ? സോറി കേൾക്കുമ്പോഴേ എല്ലാവരും ശ്രദ്ധിക്കും. അപ്പൊ എല്ലാവരും വരും. നമ്മള് പള്ളിയില് മണി അടിക്കില്ലേ, അതുപോലെ വിസിലടിച്ച് എല്ലാവരും വിളിച്ച് കേട്ടണം. അടിപൊളി വെറൈറ്റി വിളിക്കല്ലേ. അപ്പൊ മറ്റേ ബോർഡൊന്നും വെച്ചിട്ട് വെക്കൂല? മുതലാളിന്റെ സ്വന്തം ആളാ? മുതലാളിന്റെ സ്വന്തം ആളാ? മുതലാളിയുടെ ഐശ്വര്യാണ്. എന്റെ സിനിമയിൽ അഭിനയിച്ചെന്നാ എന്താ പറഞ്ഞേ? 2020 സിനിമയില് മോഹൻലാലിന്റെ ഇടിവഴിച്ച ആളാ. ലാസ്റ്റ് സീനില്ലേ, മോഹൻലാല് ഫ്ലാറ്റിൽ നിന്നൊക്കെ ചാടുന്ന സീനില്ലേ, നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ചാടുന്ന സമയത്ത് മമ്മൂട്ടി കേച്ചടിക്കാൻ പോയില്ലേ, ആ ഓടി ഒന്ന് കേച്ചടിക്കുന്ന സെക്യൂരിറ്റി ഞാനാ. ഇവിടെ മോഹൻലാല് ഇടിച്ചു, തിരിച്ചടിച്ച്. അവിടെ അടിച്ചോ? തിരിച്ചടിക്കാൻ പറ്റില്ല, ചെയ്യുന്നില്ല. അത് രണ്ടാം കൊടുത്തത്. അപ്പൊ തിരിച്ചടിക്കണം എന്നാണോ പറയുന്നത്? ഇടിക്കണ്ട, ഇടിക്കണമെന്നില്ല. അവിടെ ഇടികൊണ്ട് നാടെവിടെ നിങ്ങളെ? നിങ്ങളെ സ്ഥലം എവിടെയാ? എൻ്റെ വീട് കുഴിക്കാലിശ്ശേരി, മാള കുഴിക്കാലിശ്ശേരി. ഇവിടെ കൊടയിരുന്ന് ആളുകൾക്ക് പോണ വഴി. ഉണ്ണിമുന്തൻ വിളിക്കാന്ന് വന്നാ, പിന്നെ വന്നിട്ടില്ല. പിന്നെ ഇവിടെ വന്നാ വീട്ടിലേക്ക് വന്നാ ഉണ്ണിമുന്തൻ സിനിമയുടെ വന്നിട്ടില്ല. ഇവിടെ എത്ര കാലം? 8 വർഷമായി. 8 വർഷമായി. 8 വർഷം ഈ രീതിയിൽ തന്നെയാണോ ആൾക്കാരെ വിളിക്കുന്നത്? തുടങ്ങിയിട്ട് പോകുന്നതാണേ. ഞാനിവിടെ 8 വർഷമായിട്ടുള്ളൂ. ഇവിടെ ഇരുന്നാലും ഞാൻ വിസിലടിച്ച് അകലേക്ക് വരുന്നത്. ടീം ഇവരൊക്കെ ഇവിടെ വന്നതാ. അപ്പൊ നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്. നിങ്ങളെ കൂടെ സെൽഫി എടുക്കാൻ വേണ്ടി വന്നാ. അതെ അതെ, ഷീലു അബ്രഹാം. അപ്പൊ നിങ്ങളെ കൂടെ സെൽഫി എടുക്കാൻ വേണ്ടി വന്നാണ് ഇവരൊക്കെ. അടിപൊളി, സൂപ്പർ. ജസ്റ്റിൻ ചേട്ടന് നിസ്സാരക്കാരനല്ല കേട്ടാ, നല്ല സൂപ്പർ സെലിബ്രിറ്റിയാണ്. മൂപ്പരെ കാണാനായിട്ട് സെലിബ്രിറ്റീസ് വന്ന് സെൽഫി എടുക്കാൻ വേണ്ടി വരുന്ന മനുഷ്യനാണ് അല്ലേ? സെലിബ്രിറ്റീസ് വന്നിട്ട് സെൽഫി എടുത്ത് പോകുന്ന ആളാണ്. അങ്ങനത്തെ ആളാണ്. അപ്പൊ മൂപ്പരെ കാണാൻ വേണ്ടിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ സ്ഥലം എവിടെയാണ്? ആളുകൾക്ക് പോണ വഴി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ പറ്റും. അതന്നെ, ഇവിടെ ആളെ ഈ ഇരിക്കുന്ന സ്ഥലത്ത് കണ്ടില്ലാണ്ടെങ്കിൽ നേരെ ഹോട്ടലിന്റെ മേലേക്ക് നോക്കി ആളവിടെ ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ടാവും അല്ലേ? എന്നാ പോട്ടെ. ഇനി ഇത് വഴി വരുന്ന സമയത്ത് കാണാം. അപ്പൊ നല്ല ഫുഡ് കഴിക്കാൻ എല്ലാവരും കൊണ്ടുവന്നോളൂ. തീർച്ചയായിട്ടും. ഓക്കെ.